അതിനിപ്പോ ഒരു ഇലക്ഷൻ ടൈം കൂടിയാണല്ലോ മുന്നോട്ട് വരുന്നത്. എന്തെങ്കിലും പ്രതീക്ഷ കാര്യങ്ങളുണ്ടോ? അത് ബിഗ് ബോസ് പോലെ തന്നെ വേറൊരു ഗെയിമാണ്. ഒരു കഥയുണ്ട്, ഞാനത് ഇൻസ്റ്റയിലോ യൂട്യൂബിലോ മറ്റോ കണ്ടതാണ്. പക്ഷേ അതിന് ഭയങ്കരമായിട്ട് അത് ക്യാച്ച് ചെയ്തു. വളരെ ഭയങ്കര രസകരമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. കഥ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഒരു കാട്ടിൽ രാജാവ് സിംഹമാണല്ലോ. സിംഹം അപ്പോൾ മന്ത്രിയെ വിളിച്ചിട്ട് മന്ത്രി ഇങ്ങ് വരാൻ പറയും. മന്ത്രി എന്ന് പറഞ്ഞാൽ കുറുക്കനാണ്, സൂത്രക്കാരനാണ്. മന്ത്രി അടുത്ത് പറയും, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു, നീ പെട്ടെന്ന് പോയി ഏതെങ്കിലും ഇരയെ തപ്പിക്കൊണ്ട് വരൂ, എനിക്ക് വിശപ്പടക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാൻ പറയും. കുറുക്കൻ അങ്ങനെ പോകുമ്പോഴത്തേക്ക് ഒരു കഴുതയെ കാണും. കഴുതയെടുത്ത് പറയും, സൂത്രക്കാരനാണല്ലോ, രാജാവ് നിന്നെ ക്ഷണിക്കുന്നുണ്ട്, നിനക്ക് രാജപട്ടം തരാൻ വേണ്ടി, സിംഹാസനത്തിലിരുത്താൻ വേണ്ടിയിട്ടാണ്. കഴുത വിശ്വസിക്കും. അങ്ങനെ കഴുത അവിടെ രാജാവിൻ്റെ അടുത്ത് ഈ കുറുക്കൻ കൂട്ടിക്കൊണ്ട് ചെല്ലും. കഴുതയെ കാണുന്നുണ്ടെങ്കിൽ ഈ സിംഹം ചാടി അതിൻ്റെ വാലിൽ കയറി പിടിച്ച് വാല് മൊത്തവും കഴിക്കും. അപ്പോൾ ഇത് കുതിര ഓടിക്കളയും, രക്ഷപ്പെടുന്നുണ്ട്. പിന്നെയും കുറുക്കൻ പോകുമ്പോൾ ഒരു സ്ഥലത്ത് കഴുത നിൽക്കുന്നു. അപ്പോൾ കഴുതയെടുത്ത് വീണ്ടും ചെന്ന് കുറുക്കൻ പറയും, രാജാവ് വിളിക്കുന്നു എന്ന് പറയും, സിംഹം വിളിക്കുന്നു എന്ന് പറയും. അപ്പം എന്തിനാണ് നിങ്ങൾ എന്നെ ഭക്ഷിക്കാനായി വേണ്ടിയിട്ടല്ലേ എന്ന് പറയും. അല്ല, നിന്നെ രാജാവാക്കാനാണ്. നിന്നെ രാജാവാക്കുന്നതിന് നിനക്ക് സിംഹാസനത്തിൽ ഇരിക്കണമെങ്കിൽ വാല് പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ആ വാല് എടുത്ത് കളിച്ചത്. അപ്പോൾ കഴുത ധരിക്കാൻ ശരിയാണെന്ന് പറഞ്ഞ് വീണ്ടും ഈ കഴുതയെ കാണുന്നുണ്ട് എന്നെ സിംഹം ഇപ്രാവശ്യം 2 ചെവിയും കടിച്ചു തിന്നും. വീണ്ടും കുതിര ഓടും. വീണ്ടും ഈ കുറുക്കൻ ഇതേപോലെ തന്നെ ചെന്നിട്ട് കഴുതയെടുത്ത് വിളിക്കും, വരൂ രാജാവ്, നിന്നെ അപ്പോൾ എന്തിനാണ് എൻ്റെ ചെവി അദ്ദേഹം ഭക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് പറയും. അപ്പം കുറുക്കൻ എന്ത് പറയുമെന്ന് പറയോ, അല്ല, അത് നിനക്ക് തോന്നിയതാണ്, നിൻ്റെ ഈ ചെവി കിരീടം ഇരിക്കാൻ പറ്റില്ലല്ലോ, ചെവി ഇരിക്കുന്നുണ്ട് കിരീടം വെക്കാൻ പറ്റില്ല, അതിന് വേണ്ടിയിട്ടാണെന്ന് പറയും. അങ്ങനെ വീണ്ടും വിളിച്ചുകൊണ്ട് വരും. ഇപ്രാവശ്യം കഴുത്തി തന്നെ ചാടി പിടിച്ച് ഇതിനെ ഭക്ഷിക്കും. സിംഹം ഭക്ഷിക്കും. ഈ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇതിൻ്റെ ബ്രെയിൻ സൂത്രത്തിൽ ഈ കുറുക്കൻ അങ്ങ് കഴിക്കും. അപ്പം സിംഹം ദേഷിക്കും. അവിടെ ബ്രെയിൻ നോക്കുമ്പോൾ കാണുന്നില്ല കഴുതയുടെ. സിംഹം ദേഷിച്ച് ചോദിക്കും, എൻ്റെ ബ്രെയിൻ അവിടെ നിന്ന് ചോദിക്കും. അപ്പോൾ കുറുക്കൻ പറയും, എൻ്റെ പൊന്ന് രാജാവേ, അതിന് ബ്രെയിൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ 2 പ്രാവശ്യം ചെന്ന് വിളിക്കുമ്പോഴും അത് വരുമോ? അതിന് ബ്രെയിൻ ഇല്ലായിരുന്നു. ഈ കഴുതകളാണ് ജനങ്ങൾ. ഈ മനസ്സിലായോ, ഈ കഴുതകളാണ് ഈ വോട്ട് ചെയ്യാൻ പോകുന്ന ജനങ്ങൾ. ഈ സിംഹമാണ് ഇവിടെ ഭരിക്കുന്നവർ. ഈ കുറുക്കനാണ് ബാക്കിയുള്ള മന്ത്രിമാരും കാര്യങ്ങളും. ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഞാൻ ആർക്ക് വോട്ട് ചെയ്യണം? ഇനി ആ കഥ വേണമെങ്കിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആമിനയ്ക്ക് പറയാമോ, മതമില്ലാത്ത, ബിസിനസ് ഇല്ലാത്ത, ഗുണ്ടായിസമില്ലാത്ത, കച്ചവടമില്ലാത്ത ഒരു രാഷ്ട്രീയം